പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമ്മൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും ഉണ്ടോ നമ്മളെ കൂട്ടത്തിൽ? എന്ന് വെച്ചാൽ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ. കാരണം ആരോട് എങ്ങനെ എന്ത് സംസാരിക്കണമെന്ന് ചില ആളുകൾക്ക് അറിയത്തില്ല. ചില ആളുകൾക്ക് അത് അങ്ങനെ ശീലിച്ച് പോകുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് നമ്മൾ ഒരാളോട് പറയാൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അത് വളരെ സുതാര്യമായിട്ട്, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ആരോടാണ് പറയുന്നത് അയാൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ നമ്മൾ സംസാരിക്കണം. ഒന്ന്. രണ്ടാമത്, അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ എങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ സർക്കിളുകൾ ഒരുപാടുണ്ടാകും. ഫ്രണ്ട്സ് സർക്കിളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആരോട് എങ്ങനെ സംസാരിക്കണം എന്നത് കൂടി നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ വളരെ സുതാര്യമായിക്കൊണ്ട്, അതായത് ആർക്കാണ് നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ ആരോട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായി അവതരിപ്പിച്ചാൽ മാത്രമേ അതിനൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ, അവരുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ അവതരണം ശരിയല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ റെസ്പെക്റ്റായിട്ട് പെരുമാറി എന്നൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അബദ്ധങ്ങൾ പറ്റി ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം ചില കുടുംബങ്ങളൊക്കെ അതുവഴി തെറ്റിയതുപോലും ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ കാരണം വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ വാക്കുകളൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.